ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു മൂവിക്ക് പോയ കഥ കേട്ടാലോ? കമൺ ഗൈസ്. അങ്ങനെ രാവിലെ എണീച്ച് മോർണിംഗ് റൂട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. രാവിലത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റെഡിയാകാൻ വേണ്ടി പോവാണ്. ഞാൻ ഇടാൻ ഉദ്ദേശിച്ച പാൻറ് ഈ ടീഷർട്ട് ഒരു യാതൊരു മാച്ചില്ല. അപ്പോൾ നമുക്ക് മാറ്റിക്കളയാം. അപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ബസ് കിട്ടി, ബസ് കയറി. എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ ബ്ലോക്കുകൾക്കൊടുവിൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മൂവി കാണാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഇവരുടെ മനസ്സിൽ കുറെ ഷോപ്പിംഗ് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കാണ് മനസ്സിലായത്. പൊതുവേ അമ്മമാരുടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഷോപ്പിംഗ് ആയിരിക്കും. അവർക്കാണെങ്കിലും ഒന്നും ഇഷ്ടപ്പെടുകയില്ല, ഒന്നും എടുക്കുകയില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ വേണ്ടി ഓരോരോ പേരും പറഞ്ഞ് ഇറങ്ങിക്കോളും. ആ കളി നമ്മളെ കളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ദേഷ്യമായിരിക്കും. എന്നാൽ തിരിച്ചാ നടക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ അവിടെ നിന്നുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നല്ല വിശപ്പുണ്ട്. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിച്ച് അവിടത്തേക്ക് പോകാം. ഇത്ര നേരമായിട്ട് ഏത് മൂവി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഫുഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കാണാൻ വേണ്ടി പോകുന്നത് വാഴ 2 ആണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സിനിമ. നല്ലോണം ചിരിച്ചു, അത്യാവശ്യം നല്ലോണം കരഞ്ഞു. സിനിമയുടെ ആഫ്റ്റർ എഫക്റ്റാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സ്നേഹമാണ് പുള്ളിക്കാരിക്ക് എന്നോട് പുറത്തിറങ്ങിയപ്പോൾ മുതൽ. ഞാനും അതിനെ ഇരട്ടി തിരിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം നമുക്കറിയില്ലല്ലോ ഈ മൂവിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എത്ര നാൾ നീണ്ടു വെക്കുന്നുള്ളത്. അപ്പം അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ടും കൊടുത്തോണ്ടിരുന്നു. നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ വെച്ചൊന്നും തീർന്നില്ല. നമ്മളിനി മിക്സി വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് തന്നെ ഇവിടെ ഒന്നും വലിയ റോളില്ലാത്തതുകൊണ്ടേ നമ്മളുള്ള കളി മൊത്തം ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു രസമല്ലേ. അവിടെ നമ്മളെ ശ്രദ്ധിക്കാത്തൊരു മനുഷ്യക്കുട്ടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എവിടെയെങ്കിലും ഇങ്ങനെ ഒരു മിറർ കിട്ടിക്കഴിഞ്ഞാൽ ഓടിത്തുള്ളി ചാടി പോകുന്നത് നമ്മളൊരു വീക്ക്നെസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം തന്നെ സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോപ്പിങ്ങിനോട് വിട പറഞ്ഞ് നമുക്ക് നേരെ വയറ് നിറയ്ക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾ കോക്ടെയിൽ കുടിക്കാമെന്ന് വിചാരിച്ചു. കണ്ണൂർ കോക്ടെയിൽ ഫേമസ് ആയിട്ടുള്ള ഐറ്റാണ്, മസ്റ്റ് ട്രൈ. ഇത് കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം സമയത്തേക്ക് വിശപ്പൊന്നും കാണില്ല. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കഴിക്കാനില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും കഴിച്ചോ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നത്. പക്ഷേ മസാല ദോശ അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ നെയ്റോസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ്. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.